Hi everyone, welcome back to our new video. ഇന്നത്തെ വീഡിയോ ഡിഷ്വാഷറെ കുറിച്ചിട്ടൊരു റിവ്യൂ ആണ്. ഡിഷ്വാഷറിൻ്റെ പ്രൈസിനെ കുറിച്ചും അതെങ്ങനെയാണ് യൂസ് ചെയ്യുക, എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ആണ്. ഐ ഹോപ്പ് യു വിൽ എൻജോയ് ദിസ് വീഡിയോ. കീപ് വാച്ചിങ്. ഞാൻ യൂസ് ചെയ്യുന്നത് ബോഷിൻ്റെ ഡിഷ്വാഷറാണ്. ഡിഷ്വാഷറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബ്രാൻഡ് എന്ന് പറയുകയാണെങ്കിൽ ഒന്നില്ല സിമൻസ് അല്ലെങ്കിൽ ബോഷ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇത് സ്റ്റാൻഡേർഡ് ടൈപ്പിൽ വരുന്ന ഡിഷ്വാഷറാണ്. ഇത് ബിൽറ്റിൻ ടൈപ്പിലും വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ റുപ്പീസിൽ ഒരു 26-27,000 റുപ്പീസ് എന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിനെക്കുറിച്ചുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവരൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ഞാൻ യൂസ് ചെയ്യുന്നത് ബോഷിൻ്റെ സ്റ്റാൻഡേർഡ് ടൈപ്പിൽ വരുന്ന ഡിഷ്വാഷറാണ്. ഇത് കുറച്ച് ഹൈ എൻഡ് മോഡലാണ്. ഇതിൻ്റെ ഫ്രണ്ട് പാനൽ വരുന്നത് മെറ്റാലിക് ഫിനിഷിലാണ്. ഇതിന് മൊത്തം 3 റാക്കുകളാണുള്ളത്. ചില മോഡലുകൾക്ക് 2 റാക്കുകളാണ് വരുന്നത്. ഇതാണ് സ്പ്രേ ആംസ്. ഇതിലൂടെ വാട്ടർ സ്പ്രേ ചെയ്തിട്ടാണ് പാത്രങ്ങളെല്ലാം കഴുകിയെടുക്കുന്നത്. അത് നമുക്ക് അഴിച്ച് കഴുകി വീണ്ടും ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ റാക്കുകൾ നമുക്ക് അഴിച്ച് കഴുകാൻ പറ്റുന്ന രീതിയാണ്. പിന്നെ ആവശ്യം അനുസരിച്ച് ഏത് റാക്ക് വേണമെങ്കിലും നമുക്ക് അഴിച്ച് മാറ്റി വയ്ക്കാം. ഡിഷ്വാഷറിൽ എങ്ങനെയാണ് പാത്രങ്ങൾ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലെ പ്ലേറ്റുകൾ, വലിയ വലിയ ചട്ടികൾ, ഇതുപോലെ വലിയ വലിയ പാത്രങ്ങളെല്ലാം താഴത്തെ റാക്കിൽ വെച്ചിട്ടാണ് നമ്മൾ വാഷ് ചെയ്തെടുക്കുന്നത്. ഇനി രണ്ടാമത്തെ റാക്കിൽ നമുക്ക് ഗ്ലാസ്സുകൾ, ചെറിയ ചെറിയ ബൗളുകൾ, അതുപോലെ കുഞ്ഞു പാത്രങ്ങൾ, ഇതുപോലുള്ള എല്ലാം നമുക്ക് ഇതിലേക്ക് വെച്ചിട്ട് നമുക്ക് ഈ റാക്കിൽ വെച്ച് നമുക്ക് വാഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ സൈഡിലും റാക്കുകൾ വരുന്നുണ്ട്. ഇത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അത് അഴിച്ചു വയ്ക്കാവുന്നതാണ്. നമുക്കിതുപോലെ ഗ്ലാസ്സുകൾ, അതുപോലെ ചെറിയ ചെറിയ സ്പൂണുകൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്കിതിൽ വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്യാൻ വയ്ക്കാം. ഇത് സ്പ്രേ ആംസ് ആണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുന്നത്. ഹോട്ട് വാട്ടറിലാണ് ഈ പാത്രങ്ങളെല്ലാം കഴുകിയെടുക്കുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പാത്രങ്ങളുടെ ഹൈറ്റ് അനുസരിച്ച് നമുക്ക് ഈ ട്രേയുടെ ഹൈറ്റ് കൂട്ടാനും അതുപോലെ കുറയ്ക്കാനും പറ്റുന്നതാണ്. ഇനി അടുത്തായിട്ട് വരുന്നത് കട്ട്ലറി റാക്കാണ്. അതായത് ഇതിലാണ് നമ്മൾ സ്പൂണുകൾ, കത്തികൾ അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നത്. ചില മോഡലുകൾക്ക് ഈ ട്രേ ഉണ്ടാകാറില്ല. അതിന് പകരം ബാസ്ക്കറ്റാണ് വരുന്നത്. അതിൽ നമുക്ക് ഇതുപോലെ സ്പൂണുകളെല്ലാം ഇട്ടിട്ട് നമുക്ക് ഒന്നിൽ സെക്കൻഡ് റാക്കിൽ അല്ലെങ്കിൽ ഏറ്റവും താഴത്തെ റാക്കിൽ വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതുപോലെ കത്തിയെല്ലാം വെക്കുന്ന സമയത്ത് ഇതുപോലെ വെക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഹാൻഡിൽ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി സേഫ്റ്റി ആയിരിക്കും. അതുപോലെ ഇതുപോലെ കുഴി വരുന്ന പാത്രങ്ങളോ അല്ലെങ്കിൽ സ്പൂണുകളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് വാഷ് ചെയ്ത് കഴിയുന്ന സമയത്ത് ആ കുഴികളുടെ ഭാഗങ്ങളിൽ വെള്ളം തങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അടുത്തായിട്ട് താഴത്തെ റാക്കിൽ നമുക്ക് ഇതുപോലെ ഇവിടെയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. വലിയ പാത്രങ്ങൾ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കിതുപോലെ വയ്ക്കാൻ പറ്റുന്നതാണ്. 2 സൈഡും നമുക്കിതുപോലെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെ നമുക്ക് കുക്കർ, ഇതുപോലെ വലിയ ചട്ടി പാത്രങ്ങളൊക്കെ ഇതിലേക്ക് വെച്ച് വാഷ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഏതെല്ലാം പാത്രം യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ച് ഞാൻ ഇതിൽ പറയുന്നുണ്ട്. ഇതുപോലെ പാത്രം ഫുള്ളും ലോഡ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് വാഷ് ചെയ്തെടുക്കാം. നമ്മൾ ഡിഷ്വാഷർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ഇത് സ്പ്രേ ആംസ് ആണ്. നമുക്കിവിടെ ഹോൾസ് കാണാൻ പറ്റും. ഈ ഹോൾസിലൂടെയാണ് വാട്ടർ സ്പ്രേ ചെയ്തിട്ട് നമ്മുടെ പാത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്തെടുക്കുന്നത്. അതും ഹോട്ട് വാട്ടർ ആയിരിക്കും ഇതിൽ വാട്ടർ സ്പ്രേ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഈ പാത്രങ്ങളും ഗ്ലാസ്സുകളും ബൗളുകളും എല്ലാം നല്ല വൃത്തിയായിട്ട് അത് കഴുകി തരുന്നതാണ്. ഇതതിൻ്റെ ഡ്രെയിനേജ് ആണ്. ഇത് സോൾട്ട് കമ്പാർട്ട്മെൻ്റ് ആണ്. ഇതിലാണ് നമ്മൾ സോൾട്ട് ഫില്ല് ചെയ്യേണ്ടത്. സോൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന കുക്കിംഗ് സോൾട്ടല്ല, ഡിഷ്വാഷറിനായിട്ട് യൂസ് ചെയ്യുന്ന സോൾട്ട് തന്നെ യൂസ് ചെയ്യണം. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ വാട്ടറിൻ്റെ ഹാർഡ്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്.
ഹാർഡ് വാട്ടറിനെ സോഫ്റ്റ് വാട്ടറൊക്കെ മാറ്റിയിട്ടാണ് നമുക്ക് പാത്രങ്ങളെല്ലാം വാഷ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ പ്രൈസിനെ കുറിച്ചുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇത് ഒരെണ്ണം വാങ്ങിയാൽ നമുക്കൊരു 8 മാസം വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോൾട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ലോക്ക് ചെയ്ത് വെക്കാം. ഇനി അടുത്തായിട്ട് ഇത് ഡ്രെയിനേജ് കമ്പാർട്ട്മെൻ്റ് ആണ്. നമ്മൾ വാഷ് ചെയ്യുന്ന വേസ്റ്റ് വാട്ടർ ഇതിലൂടെയാണ് ഡ്രെയിനേജിലേക്ക് പോകുന്നത്. ഇത് അഴിച്ചെടുത്തിട്ട് ഈ ലിഡ് അഴിച്ച് മാറ്റാം. എന്നിട്ട് അത് ഇടയ്ക്കിടയ്ക്കൊന്ന് കഴുകിയെടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇതിൽ നിറയെ വേസ്റ്റ് ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് ആരോ നോക്കിയിട്ട് ലോക്ക് ചെയ്ത് വെക്കാം. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് യൂസ് ചെയ്യുന്ന ഡിറ്റർജൻ്റ് ആണ്. ഡിറ്റർജൻറ്റ് 2 ടൈപ്പിലാണ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 15 ml 25 ml എന്ന് പറഞ്ഞിട്ട് 2 മെഷർമെൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഡിറ്റർജൻറ്റ് 2 ടൈപ്പിലാണ് വരുന്നത്. ക്യാപ്സ്യൂളായിട്ടും വരുന്നുണ്ട്, പിന്നെ അതുപോലെ പൗഡറായിട്ടും വരുന്നുണ്ട്. ഇതിൻ്റെ ക്യാപ്സ്യൂൾ പറഞ്ഞാൽ ഓൾ ഇൻ വൺ. ഇതിൽ റിൻസൈഡും സോൾട്ടും ഡിറ്റർജൻറ്റും കൂടിയിട്ടുള്ളതാണ്. ഇത് ഒരെണ്ണം ഒരു ക്യാപ്സ്യൂൾ ഇട്ട് കൊടുത്താൽ മതി. ഈ ഡിറ്റർജൻറ്റ് വേണമെങ്കിൽ പല ബ്രാൻഡിലും അവൈലബിൾ ആണ്. ഫിനിഷ് ബ്രാൻഡാണ് ഈ കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത്. ഫിനിഷ് ബ്രാൻഡാണ്. ഇനി നമുക്ക് വേറെ വല്ല ബ്രാൻഡ് വേണമെങ്കിലും അത് നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഏത് ബ്രാൻഡിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ പാത്രങ്ങളുടെ അളവ് അനുസരിച്ച് 2-3 ടേബിൾ സ്പൂൺ വരെ യൂസ് ചെയ്താൽ മതി. ഇതൊരു ബോട്ടിൽ വാങ്ങുകയാണെങ്കിൽ നമുക്കൊരു 1.5 മാസം മുതൽ 2 മാസം വരെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ കമ്പാർട്ട്മെൻറ്റ് ലോക്ക് ചെയ്തിട്ട് നമുക്കിനി വാഷ് ചെയ്യാം. ഇനി അടുത്തായിട്ട് റിൻസൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാത്രങ്ങൾ നല്ല ഷൈനിങ് ആയി കിട്ടാനും അതുപോലെ തന്നെ ക്വിക്ക് ഡ്രൈ ആകാനും വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. മാക്സിമം എന്ന് എഴുതിയിട്ടുണ്ട്. ആ അളവ് വരെ നമുക്ക് ഈ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ ഫിനിഷ് ബ്രാൻഡിൻ്റെയും ഫോർച്യൂൺ പല ബ്രാൻഡിൻ്റെയും അവൈലബിൾ ആണ്. അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ബ്രാൻഡാണോ അവൈലബിൾ അതിൻ്റെ പ്രൈസ് അനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഈ ഒരു ബോട്ടിൽ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരു 3 മാസം 4 മാസം വരെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് കഴിയുന്നതനുസരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ വാട്ടർ കൺസപ്ഷനും ഇലക്ട്രിസിറ്റി കൺസപ്ഷനും കുറിച്ച് നോക്കാം. ഇത് 5 സ്റ്റാർ മോഡലാണ്. 5 സ്റ്റാർ മോഡൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇലക്ട്രിസിറ്റി ആയാലും വാട്ടർ ആയാലും വളരെ കുറവ് മതി എന്നാണ് പറയുന്നത്. ഒരു വർഷത്തേക്ക് 253 ആനുവൽ കൺസപ്ഷനാണ് ഇലക്ട്രിസിറ്റി പറയുന്നത്. അതുപോലെ ഒരു വാഷിന് 10 മുതൽ 11 ലിറ്റർ വെള്ളമാണ് എടുത്തിട്ടാണ് ഒരു വാഷിൽ നമുക്ക് പാത്രം മുഴുവൻ കഴുകി തരുന്നത്. 13 പ്ലേസിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കപ്പാസിറ്റിയാണ്. 12 പ്ലേസിംഗ് 13 പ്ലേസിംഗ് എന്ന കപ്പാസിറ്റിയിലാണ് ഡിഷ് വാഷർ വരുന്നത്. നമുക്കിവിടെ ഈ പാനലിൽ കാണാൻ പറ്റും കുറേയധികം ഫങ്ഷൻ കീസ്. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യാമെന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് മെഷീൻ ഒന്ന് ഓണാക്കി കൊടുക്കാം. ഓണാക്കുമ്പോൾ എക്കോ മോഡിലാണ് പോകാറുള്ളത്. 3.5 മണിക്കൂറാണ് എടുക്കുന്നത്. ഇനി നമുക്ക് അത് ഇൻറ്റൻസീവ് മോഡിലിടുമ്പോൾ, അതായത് 70 ഡിഗ്രി ചൂടിലാണ് വാഷ് ചെയ്യുന്നത്. 2.25 മണിക്കൂർ എടുക്കും 70 ഡിഗ്രി ചൂടിൽ വാഷ് ചെയ്യാൻ. അത് വലിയ വലിയ പാത്രങ്ങൾക്ക് വെച്ച് നമുക്ക് വാഷ് ചെയ്തെടുക്കാം. ഓട്ടോ മോഡിൽ വാഷ് ചെയ്യുകയാണെങ്കിൽ 2 ഹവറും 40 മിനിറ്റുമാണ് എടുക്കുക. നമ്മൾ വെക്കുന്ന പാത്രത്തിൻ്റെ അളവനുസരിച്ച് മെഷീൻ തന്നെ ഓട്ടോമാറ്റിക്കലി അത് സെൻസ് ചെയ്തിട്ട് ഒരു 45 മുതൽ 60 ഡിഗ്രി ചൂടിലായിരിക്കും പാത്രങ്ങൾ വാഷ് ചെയ്തെടുക്കുന്നത്. ഇനി എക്കോയിലിടുകയാണെങ്കിൽ 50 ഡിഗ്രിയിലായിരിക്കും അത് വാഷ് ചെയ്തെടുക്കുക. ഞാൻ നോർമലി 1 ഹവർ സൈക്കിളിലാണ് വാഷ് ചെയ്തെടുക്കുന്നത്. ഈ മോഡിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അരമണിക്കൂറിൽ നമുക്ക് വാഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ചെറിയ ചെറിയ പാത്രങ്ങൾ, അതായത് കുറച്ച് പാത്രങ്ങളുണ്ടെങ്കിൽ ഇതിലിട്ട് നമുക്ക് വാഷ് ചെയ്തെടുക്കാം. ഇനി ഈ മോഡിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഡീപ്പ് ക്ലീനിങ് അല്ല, ജസ്റ്റ് റിൻസ് ചെയ്ത് വാഷ് ചെയ്ത് മാത്രം തരുന്നതാണ്. ഇനി അടുത്തായിട്ട് ഇത് വേരിയോ സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇൻറ്റൻസീവ് മോഡിൽ ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ 2.25 മണിക്കൂർ എടുക്കുകയാണെങ്കിൽ നമ്മൾ വേരിയോ സ്പീഡിലിടുമ്പോൾ അത് 1.5 മണിക്കൂറായിട്ട് അത് കുറഞ്ഞ് കിട്ടും. ടൈം കുറച്ചെടുത്തിട്ട് അത് വാഷ് ചെയ്ത്. ഈ വേരിയോ സ്പീഡ് 1 ഹവർ മോഡിലും അതുപോലെ ഹാഫ് ആൻ അവർ മോഡിലും നമുക്ക് വർക്ക് ചെയ്യാൻ സാധ്യമല്ല.
ബാക്കി വരുന്ന എല്ലാ മോഡിലും ഇത് വർക്ക് ചെയ്യുന്നതായിരിക്കും. ഈ അടുത്തായിട്ട് വരുന്നത് ഹാഫ് ദ ലോഡ് ഓപ്ഷൻ എന്നൊരു മോഡാണ്. അതായത് കുറച്ച് പാത്രം മാത്രമാണ് വാഷ് ചെയ്തെടുക്കാനുള്ളത്. അത് ഹെവി വെസൽസ് ആണെങ്കിൽ നമുക്ക് താഴത്തെ റാക്കിൽ വെച്ചിട്ട് നമുക്ക് ഏത് മോഡാണ് വേണ്ടത് അതിനനുസരിച്ച് സെലക്ട് ചെയ്യുക. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഓട്ടോയിലിടുകയാണെങ്കിൽ 2 മണിക്കൂറും 40 മിനിറ്റ് വരികയാണെങ്കിൽ ഹാഫ് ദ ലോഡ് ആകുമ്പോൾ 2 മണിക്കൂറും 20 മിനിറ്റും മതി. ഇനി അടുത്തായിട്ട് വരുന്നത് ഹൈജീൻ. കുറച്ചും കൂടി ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈജീൻ മോഡിലിട്ടാൽ അത് ഒന്നും കൂടി ഡീപ്പായിട്ടത് ക്ലീൻ ചെയ്ത് കിട്ടും. ഈ ഫങ്ഷൻസ് ഒന്നും നമുക്ക് 1 അവർ മോഡിലും അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ മോഡിലൊന്നും വർക്ക് ചെയ്യുന്നതല്ല. അതിന് പകരം ഈ പറഞ്ഞിട്ടുള്ള ഇൻറ്റൻസീവ് ഓട്ടോ അല്ലെങ്കിൽ എക്കോ മോഡിൽ നമുക്ക് വേരിയസ് സ്പീഡ്, ഹാഫ് ദ ലോഡ് ഓപ്ഷൻ, അതുപോലെ ഹൈജീൻ ഓപ്ഷൻ വർക്ക് ചെയ്യുന്നതാണ്. ഇതിൻ്റെ വേറൊരു അഡീഷണൽ ഫങ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇൻറ്റൻസീവ് മോഡിൽ വാഷ് ചെയ്യുകയാണെങ്കിൽ നോർമലി 2.25 മണിക്കൂറാണ് എടുക്കുക. അത് നമുക്ക് ഹാഫ് ദ ലോഡിൽ ഇടാൻ പറ്റും, അതേപോലെ വേരിയസ് സ്പീഡിൽ ഇടാൻ പറ്റും, ഹൈജീനിലും ഇടാൻ പറ്റും. ഈ 3 ഇടാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ടൈം ചേഞ്ച് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് നോക്കാം. ഇപ്പോൾ നമ്മൾ ഓട്ടോയിലിടുമ്പോൾ 2 മണിക്കൂറും 40 മിനിറ്റാണ് എടുക്കുക. അത് വേരിയസ് സ്പീഡിലിടുമ്പോൾ 1 മണിക്കൂറും 25 മിനിറ്റും എടുക്കും. അതേ തന്നെ നമുക്ക് ഹാഫ് ദ ലോഡേ ഉള്ളൂന്നെങ്കിൽ 1 മണിക്കൂറും 15 മിനിറ്റിൽ വാഷ് ചെയ്ത് കിട്ടും. ഇനി കുറച്ചും കൂടി ഹൈജീനായിട്ട് ക്ലീൻ ചെയ്യണമെങ്കിൽ 1 മണിക്കൂർ 30 മിനിറ്റിൽ വാഷ് ചെയ്ത് കിട്ടുന്നതാണ്. ഈ 3 ഫങ്ഷനും നമുക്ക് ഇൻറ്റൻസീവ്, ഓട്ടോ, എക്കോയിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. മറ്റ് ഫങ്ഷൻസിലൊന്നും ഇത് വർക്ക് ചെയ്യുന്നതല്ല. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻ മാനുവൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിച്ചാൽ മതി. വളരെ ഈസിയാണ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. ഇത് 3 ഒന്ന് വാട്ടർ ലെവൽ, പിന്നെ സോൾട്ട് ലെവൽ, പിന്നെ ഒന്ന് റിൻസൈഡാണ്. അതായത് വെള്ളത്തിൻ്റെ ലെവൽ കുറവാണെങ്കിൽ, ഇതിന് വാഷ് ചെയ്യുന്ന ആവശ്യമായിട്ടുള്ള വെള്ളം കുറവാണെങ്കിൽ ആ ബട്ടൺ ബ്ലിങ്ക് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അതുപോലെ സോൾട്ട് കുറവാണെങ്കിൽ സോൾട്ടിൻ്റെ ആ ഭാഗം ബ്ലിങ്ക് ചെയ്ത്, റെഡ് ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് കാണുന്നതായിരിക്കും. പിന്നെ വരുന്നത് റിൻസൈഡാണ്. റിൻസൈഡ് കുറവാണെങ്കിൽ അവിടെ ബ്ലിങ്ക് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അതിനനുസരിച്ച് നമുക്ക് സോൾട്ട് വേണമെങ്കിൽ സോൾട്ട്, അതുപോലെ റിൻസൈഡ് വേണമെങ്കിൽ റിൻസൈഡ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സോൾട്ട് നമ്മൾ ഒരു വർഷം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 മാസമൊക്കെ കഴിയുമ്പോഴായിരിക്കും അത് നമുക്ക് സോൾട്ട് ബ്ലിങ്ക് ചെയ്യുന്നത്, സോൾട്ട് പോരാന്ന് കാണിക്കുന്നത്. റിൻസൈഡ് വീക്ക്ലി വൺസ് എങ്കിലും നമുക്ക് ഫില്ല് ചെയ്ത് വെക്കണം. അത് മാക്സിമം ഫില്ല് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ പാത്രങ്ങളൊക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ട് നല്ല തിളക്കത്തോടും കൂടിയൊക്കെ വാഷ് ചെയ്ത് കിട്ടുന്നതാണ്. ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമുക്ക് മെഷീൻ ഒന്ന് ഓണാക്കി കൊടുക്കാം. ഞാൻ നോർമലി വാഷ് ചെയ്യുന്നത് 1 അവർ മോഡിലാണ്. എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്താൽ മെഷീൻ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. ഇനി സപ്പോസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഇത് ഒരു 3 സെക്കൻഡ്സ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. റീസെറ്റ് 3 സെക്കൻഡ്സ് എന്നൊരു ഓപ്ഷൻ അവിടെ കാണാൻ പറ്റും സ്റ്റാർട്ട് ബട്ടണിൽ തന്നെ. അതൊരു 3 സെക്കൻഡ്സ് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ പാനലിൽ എല്ലാം 0 എന്ന് ഡിസ്പ്ലേ ആകും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് മെഷീൻ്റെ ഡോറ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതുപോലെ പാത്രം മുഴുവനും വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല ഹോട്ട് വാട്ടറിലായിരിക്കും ഇത് വാഷ് ചെയ്തിരിക്കുക. അപ്പോൾ ചൂട് മുഖത്തടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഡോർ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും നല്ലത്. എപ്പോഴും സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഡോറ് തുറക്കുക. ഇനി അടുത്തായിട്ട് നമുക്കിതെങ്ങനെയാണ് വർക്ക് ചെയ്ത് നോക്കാം. നമ്മളാദ്യം മെഷീൻ ഓണാക്കിയിട്ട് ഏത് മോഡാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. 1 അവർ മോഡിലാണ് ഇപ്പോൾ വാഷ് ചെയ്യുന്നതെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ബട്ടൺ കൊടുക്കുക. ഇനി നമുക്ക് ഇപ്പോൾ വാഷ് ചെയ്യേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് വാഷ് ചെയ്താൽ മതി. അതായത് പീക്ക് ടൈമിൽ വാഷ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വാഷ് ചെയ്യണമെങ്കിൽ നമുക്കിതുപോലെ 24 hours നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ എത്ര
ഏത് സമയത്ത് വാഷ് ചെയ്യണം എന്നുള്ളത് നമുക്കിവിടെ സെറ്റ് ചെയ്ത് വെച്ചാൽ ആ ടൈം ആകുമ്പോഴേ മെഷീൻ ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ചെയ്തിട്ട് അത് വാഷ് ചെയ്ത് തന്നെയാണ്. അല്ലാത്ത പക്ഷം അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ പോലും അത് സ്റ്റാർട്ടാകില്ല. അപ്പോൾ ടൈമർ ഇനി ക്യാൻസൽ ആക്കണമെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് തിരിച്ച് 0ലേക്ക് ആക്കിയാൽ ടൈമർ നമുക്ക് ക്യാൻസൽ ആക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് സ്റ്റാർട്ട് ബട്ടണിൽ കൊടുത്താൽ അത് വാഷ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ടൈമർ നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഏത് ടൈമിൽ വേണം വാഷ് ചെയ്തെടുക്കേണ്ടത് പറഞ്ഞാൽ ആ ടൈം അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് വാഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അടുത്തായിട്ട് മെഷീൻ നമുക്ക് വാഷ് ചെയ്യണം. ഒരു 3 മാസത്തിൽ, ചുരുങ്ങിയത് ഒരു 3 മാസത്തിൽ ഒരിക്കലെങ്കിലും അത് വാഷ് ചെയ്യണം. അതിനായിട്ട് മെഷീൻ കെയർ എന്ന് പറഞ്ഞിട്ട് ഒരു ലിക്വിഡ് വരുന്നുണ്ട്. ഇതുപോലെ പീൽ ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ റാക്കിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കത് വാഷ് ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ഈ ഡോറ് ക്ലോസ് ചെയ്തിട്ട് മെഷീൻ കെയർ എന്നൊരു ബട്ടൺ ഉണ്ട്, അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മെഷീൻ അത് വാഷ് ചെയ്തിട്ട് ക്ലീൻ ആവുന്നതായിരിക്കും. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുള്ളവർ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇത് യൂസ്ഫുൾ വീഡിയോ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.